Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. IISc ബാംഗ്ലൂരിൽ ബിടെക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗിന് JEE അഡ്വാൻസ്ഡ് റാങ്ക് അനുസരിച്ച് പ്രവേശനം. യൂസ്ഡ് എൻട്രൻസ് കട്ട് ഓഫ് മാർക്ക് ഫെബ്രുവരി 6 പ്രസിദ്ധീകരിക്കും. നീറ്റ് 2024 ഓൾ ഇന്ത്യ, കേരള, തമിഴ്നാട് കോട്ട റീഫണ്ട് നടപടികൾ ആരംഭിച്ചു. JEE മെയിൻ 2025 ആദ്യ സെഷൻ ക്വസ്റ്റ്യൻ പേപ്പർ, റെസ്പോൺസ്, ആൻസർ കീ പ്രസിദ്ധീകരിച്ചു. ചലഞ്ച് നാളെ വരെ. ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ, സംസ്ഥാനങ്ങളിൽ അഫിലിയേറ്റഡ് കോളേജുകൾ. 5-year BS/MS ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് പുറമെ IISc ബാംഗ്ലൂരിൽ ബിടെക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പഠനത്തിന് അവസരം. ബിരുദതലത്തിൽ സയൻസ് മേഖലയിലെ ഗവേഷണ അധിഷ്ഠിതമായ കോഴ്സുകൾ നടത്തിവരുന്ന ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ബിരുദതലത്തിൽ എഞ്ചിനീയറിംഗ് പഠനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ്. 4 വർഷത്തെ ബിടെക് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പ്രവേശനത്തിന് അപേക്ഷ മെയ് 1 ആരംഭിക്കും. 2025 JEE അഡ്വാൻസ്ഡിന്റെ റാങ്ക് അനുസരിച്ചായിരിക്കും പ്രവേശനം. ജൂൺ 6 അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. IITകളിലെ ഡിസൈൻ പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുന്ന ജനുവരി 19 നടന്ന യൂസ്ഡ് എൻട്രൻസ് എക്സാമിന്റെ പാർട്ട് എയുടെ ആൻസർ കീ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കട്ട് ഓഫ് മാർക്ക് ഫെബ്രുവരി 6 റാങ്ക് മാർച്ച് 7 പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ അധ്യയന വർഷത്തെ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട റീഫണ്ട് നടപടികൾ ആരംഭിച്ചു. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ട ഡീംഡ് മേഖലയിലേക്ക് അടച്ച തുക വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ തിരികെ ലഭിച്ചു തുടങ്ങി. തമിഴ്നാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് TN മെഡിക്കൽ സെലക്ഷൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചവരിൽ റീഫണ്ടിന് അർഹതയുള്ളവരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ നൽകുന്ന നടപടി ആരംഭിച്ചു. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കേരള മെഡിക്കലിന്റെ തുകയും ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും. ലിസ്റ്റ് സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. JEE മെയിൻ ആദ്യ സെഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, റെസ്പോൺസ്, ആൻസർ കീ എന്നിവ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്. ജനുവരി 30 അവസാനിച്ച JEE മെയിൻ ആദ്യ സെഷൻ ബിടെക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും റെസ്പോൺസും ഒഫീഷ്യൽ ആൻസർ കീയും ഇമെയിൽ വഴിയും വെബ്സൈറ്റ് വഴിയും NTA പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ ഫെബ്രുവരി 6 വരെ അപേക്ഷിക്കുവാനുള്ള അവസരവുമുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 12 പെർസെന്റേജ് സ്കോർ പ്രസിദ്ധീകരിക്കും. JEE മെയിൻ രണ്ടാമത്തെ സെഷനു വേണ്ടി ഫെബ്രുവരി 25 വരെ അപേക്ഷിക്കാം. ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികൾ അതേ ആപ്ലിക്കേഷൻ നമ്പറിൽ തന്നെ രണ്ടാമത്തെ സെഷനും അപേക്ഷിക്കണം. എന്നാൽ ആദ്യ സെഷന് അപേക്ഷ സമർപ്പിക്കാത്തവർ പുതിയതായി jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം. സഹകരണ വിദ്യാഭ്യാസത്തിന് രാജ്യത്താദ്യമായി കേന്ദ്ര സർവകലാശാല വരുന്നു. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബില്ല് തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. സഹകരണ സൊസൈറ്റികളിലേക്ക് യോഗ്യരായ ജോലിക്കാരെ സൃഷ്ടിക്കുക എന്നതാണ് സർവകലാശാലയുടെ മുഖ്യ ലക്ഷ്യം. സഹകരണ മേഖലയിലെ ആദ്യത്തെ സ്പെഷ്യലൈസ്ഡ് സർവകലാശാലയായിരിക്കും ഇത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.